ഇല്ല എന്നാണ് എനിക്ക് ശരി, തോന്നുന്നത്. ഞാൻ തിരികെ എത്താം ശ്രീ കെ പി റഹ്മത്തുള്ള. ശ്രീ ഷാബു പ്രസാദ്, പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം സ്ഥിരമായിട്ട് അത് ഒരു പൊതുസ്ഥലം പോലെ ഉപയോഗിക്കുന്നു. ദേവസ്വം ഭൂമിയാണ്, ഹൈക്കോടതി ഉത്തരവുണ്ട്. പക്ഷെ പൊതുസ്ഥലം പോലെ ആൾക്കാർ ഉപയോഗിക്കുന്നു, കൂട്ടായ്മകൾ നടത്തുന്നു, പിക്നിക് നടത്തുന്നു. ഈ പിക്നിക് നടത്തി ഭക്ഷണ സാധനങ്ങൾ അടക്കം ഉപേക്ഷിച്ചു പോയതിനൊക്കെ മാടായിപ്പാറ സംരക്ഷണ സമിതിയൊക്കെ നേരത്തെ തന്നെ പരാതിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാരവാഹിയുണ്ട്. നമ്മൾ അദ്ദേഹത്തിൽ പോകുന്നതിന് മുമ്പ് അതായത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ശ്രീ കെ പി റഹ്മത്തുള്ള പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള 30 പേരിൽ താഴെയുള്ള ഒരു ചെറിയ ഒരു ടീം, ഒരു പിക്നിക്കിന് വന്നവർ സാധാരണ ഒരു പിക്നിക്കിന് വരുന്നത് പോലെ കൈയടിച്ച് അല്ലെങ്കിൽ പാട്ടുപാടി ഒരു ചെറിയ പ്ലക്കാർഡ് ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് ഇതൊരു രാജ്യദ്രോഹ കുറ്റമായി NIA അന്വേഷിക്കണം എന്ന് BJP ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് അതിൽ സ്വയം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിന് വകുപ്പുമുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു വലിയ വിഷയമായിട്ട് കരുതാൻ മാത്രം എന്താണ് അതിലുള്ളത്? ഒരു കാര്യം പറയട്ടെ, ഇതേപോലെ എനിക്ക് ഓർമ്മ വരുന്ന നമ്മുടെ പാനായിക്കുളം ക്യാമ്പായി. പാനായിക്കുളം ക്യാമ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവരെന്താ പറഞ്ഞിരുന്നതെന്ന് ഓർമ്മയുണ്ട്? അത് സംഘടിപ്പിച്ചവരെ അത് ഒരു റിപ്പബ്ലിക് ദിനത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ വേണ്ടി പാനായിക്കുളത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി എന്നായിരുന്നു അവരെന്ന് അവിടെ പറഞ്ഞിരുന്നത്. പിന്നീട് അന്വേഷണത്തിൽ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വന്നു. പാനായിക്കുളം ക്യാമ്പിൽ എന്തായിരുന്നു നടന്നതെന്നും പാനായിക്കുളം ക്യാമ്പ് എന്തിനായിരുന്നു എന്നുള്ളതുമല്ല. ഇതേപോലെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ വളരെ വിദഗ്ധമായിട്ട് ഇന്നും ഇവിടുത്തെ ചില തീവ്രവാദ ശക്തികൾ നടപ്പാക്കുന്ന ചില രീതികളുടെ ഒരു ഭാഗമാണ്. നോക്കൂ, ഇവർ പറഞ്ഞ എന്താണ്? ഇപ്പൊ ഇവിടെ റഹ്മത്തുള്ള പറഞ്ഞ എന്താണ്? അവര് ജസ്റ്റ് ഒരു പിക്നിക്കിന് വേണ്ടിയിട്ട് അവിടെ ഒത്തുകൂടി. അന്നേരം തോന്നി എന്നാ നമുക്കൊരു ഇത് നടത്തിയേക്കാം, ഒരു ഐക്യദാർഢ്യം നടത്തിയേക്കാം. അപ്പോൾ തോന്നിയാൽ അപ്പോൾ എന്താ പൊട്ടിമുളച്ചു വന്നതാണോ ഇവരുടെ കയ്യിൽ ഈ പാലസ്തീൻ പതാകയും ഈ ബാനറും ഇതുമെല്ലാം? ആലോചിച്ച് നോക്കൂ. അത് അവർ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് കൃത്യമായി അത് പാനായിക്കുളം ആ മാടായിപ്പാറയിൽ തന്നെ ഇത് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി വളരെ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഈ ബാനറൊക്കെ നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബാനറൊക്കെ പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്നതാണോ സാധനം? ഇത് കൃത്യമായ ആസൂത്രണമാണ്. അത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി പോരെ. അപർണ, വെറും പിക്നിക്കിന് വന്ന കുറച്ചൊരു ചെറിയ ജനക്കൂട്ടം ആണോ ഇത് എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ആരെയാണ് ഇവർ ഈ മണ്ടന്മാരാക്കുന്നത്? ഇനി ശരി, ഇവിടെ എന്താണ് പാലസ്തീനിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാർ മരിക്കുന്നു. ഇവർക്ക് പാലസ്തീനോട് മാത്രമേ ഈ അനുകമ്പയുള്ളൂ? ഈ പാലസ്തീനിൽ മാത്രമേ യുദ്ധത്തിൽ ജനങ്ങൾ മരിക്കുന്നുള്ളൂ, കുഞ്ഞുങ്ങൾ മരിക്കുന്നുള്ളൂ, സ്ത്രീകൾ മരിക്കുന്നുള്ളൂ? ഈ ലോകത്തിന്ന് പലയിടത്തും യുദ്ധം നടക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ എന്താ മരിക്കുന്നത്? ജനങ്ങളല്ലേ? അതോ മൃഗങ്ങളാണോ? ഇവിടെ ഹൂത്തി വിമതർക്കെതിരെ എന്നുള്ള രീതിയിൽ യമനിലെ സൗദി അറേബ്യ മഴ പെയ്യുന്നത് പോലെ ബോംബിട്ട് ഇടുമ്പോൾ അവിടെ മരിക്കുന്നവരാരാണ്? അവരോട് ഇവർക്ക് അനുതാപവും ഐക്യദാർഢ്യമൊന്നും വേണ്ടേ? ഇവരുടെ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് ഇത്ര സെലക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ്? ഈ നാട്ടിൽ ഒന്നും ഐക്യദാർഢ്യം ഇല്ലാഞ്ഞിട്ടാണോ ഈ 10,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന അവിടെ നടക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവരുടെ ഐക്യദാർഢ്യം? അപ്പൊ ഇതിന്റെയൊക്കെ കൺസിഡറേഷൻ എന്താണ് ഇവരുടെ പരിഗണന എന്ന് പറയുന്നത്? ഇത് കൃത്യമായി ഒഴിഞ്ഞു മാറാനുള്ള എല്ലാ ഒപ്പിച്ചു വെച്ചിട്ട്, അതായത് ഞങ്ങൾ വെറുതെ വന്നു, പിക്നിക്കിന് വന്നു, ആ സമയത്ത് 2 മുദ്രാവാക്യം വിളിച്ചു, ഒരു പ്രകടനം നടത്തി. ഇവിടെ ഇത് തന്നെയാണ് ഒഴിഞ്ഞു മാറാനും രക്ഷപ്പെടാനുമുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ പഴുതുകളും ഒപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ കൂട്ടർ എന്നും ഇവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണിത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. തിരുവോണ ദിവസം മാത്രമല്ല, ശരി, നബിദിനം കൂടിയാണ്. അത് ആഘോഷിക്കാനും അവർക്ക് ആചരിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ദിനങ്ങൾ ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കേണ്ടത്? ഇതിന്റെയൊക്കെ ഉദ്ദേശം നമുക്ക് ആർക്കാണ് മനസ്സിലാവാത്തത്? പറഞ്ഞ ഈ പറഞ്ഞ പോലെ ആരെയാണ് ഇവർ ഈ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഇനി BJP എന്ന് പറയുന്നത് അതിനുത്തരം BJPക്കാർ പറയട്ടെ.
എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. ഇതൊരു ട്രയൽ റണ്ണാണ്. ഇത് ഒരു ട്രയൽ റണ്ണാണ്. ഇതിന്റെ പ്രതികരണം എന്താണ്, ഇതിന്റെ റിയാക്ഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി പഠിച്ച് അടുത്ത പദ്ധതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ്. ഇത് കാലങ്ങളായി ഇവിടെ നടപ്പിലാക്കി വരുന്ന കാര്യങ്ങളാണ്. പണ്ട് SIOയും സിമിയും പോപ്പുലർ ഫ്രണ്ടും എല്ലാം എന്നും ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് പാനായിക്കുളം സിമി ക്യാമ്പ്. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാനെന്ന് പറഞ്ഞ് ഒത്തുകൂടിയവർ അവിടെ ഒത്തുകൂടിക്കൊണ്ട് എന്താണ് ചെയ്തത് എന്ന് ഇന്ന് ലോകം മുഴുവനും അറിയാം. നിരോധിക്കപ്പെട്ട ഒരു സംഘടന. അതായത് ശ്രീ ഷാബു പ്രസാദ്, പോലീസ് സ്വയം രജിസ്റ്റർ ചെയ്തെടുത്ത കേസിനകത്തുള്ള വകുപ്പ് പറഞ്ഞു സ്പർദ്ധയടക്കമുള്ള കാര്യങ്ങൾ. അതായത് അത് വളരെ ഗൗരവമായിട്ടുള്ള വകുപ്പാണ്, അവർ നിയമപരമായിട്ട് നേരിടും. അതിനപ്പുറത്തേക്ക് ഇതൊരു രാജ്യദ്രോഹ കുറ്റപരമായി NIA വന്ന് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഗുരുതരമായ വിഷയം ഇതിനകത്തുണ്ട് എന്നുള്ളൊരു ആരോപണം. അതാണ് BJP പക്ഷേ താങ്കളും ആ തരത്തിൽ ഒരു ഹിഡൻ അജണ്ട ഇതിനകത്തുണ്ട് എന്നാണോ പറയുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കൊടി ഉയർത്തി അല്ലെങ്കിൽ ബാനർ ഉയർത്തി എന്നത് മാത്രമല്ല അവിടുത്തെ വിഷയം. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ തടിയന്റെവിട നസീറിനെതിരെയുള്ള അല്ലെങ്കിൽ മറ്റേ അബ്ദുൽ നാസർ മദനിക്കെതിരെയുള്ള ഒരു പ്രധാന കുറ്റാരോപണം ഇതെന്തായിരുന്നു, കുറ്റം എന്തായിരുന്നു? ഇവിടെ കളവശ്ശേരി ബസ് കത്തിക്കൽ. ഈ നാട്ടിൽ ആദ്യമായാണ് സമരത്തിന്റെ ഭാഗമായി ബസ് ചെറിയ സംഭവമാണ്. ഈ പ്രകടനവുമായി ബന്ധപ്പെട്ട് അത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് ഏത് സ്ഥിതി? അതാ ഞാൻ പറഞ്ഞില്ല, ആ പ്രകടനം മാത്രമല്ല, ഇതിന്റെ പിന്നിൽ നടന്ന ഇത് എന്തിനു വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതാണ് ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടത്. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കാണുമ്പോൾ വളരെ ചെറുതാണ്. ഇപ്പം കളമശ്ശേരി ബസ് കത്തിക്കൽ, ഈ കൂട്ടർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ നാട്ടിൽ ഒരു സമരത്തിന്റെ ഭാഗമായി ബസ്സിനൊക്കെ തീ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ഒരു ബസ് കത്തുന്നു എന്നുള്ളതല്ല. പക്ഷെ അതിന്റെ പിന്നിൽ വേറെ വലിയ അജണ്ടകളുണ്ട്. അതേപോലെ തന്നെ പാനായിക്കുളം ക്യാമ്പ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അവർ നടത്തുന്ന ട്രയൽ റണ്ണുകളാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സാധാരണ ഒരു സമരം പോലെയോ അല്ലെങ്കിൽ സാധാരണ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രകടനങ്ങൾ പോലെയോ നിസ്സാരവൽക്കരിച്ച് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കാണേണ്ടതല്ല, ഗൗരവമായി കാണേണ്ടതാണ് എന്ന് പറഞ്ഞു. ശരി, ഞാൻ തിരികെത്താം. രാഷ്ട്രീയപരമായിട്ട്